ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഹമാസിന്റെ ഗാസയുടെ കുട്ടികളെ കുറിച്ചും ഗാസയിൽ 20,000 പേർ മരിച്ചു എന്നുള്ള ഒരു ക്യാമ്പയിൻ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് തിരുവനന്തപുരത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ നടക്കുന്നു. അതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെയും കൂടി എൻ്റെ ഒരു സുഹൃത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ പിന്നെ അതിനകത്ത് നിന്ന് ലെഫ്റ്റ് ആയില്ല, എൻ്റെ സുഹൃത്തല്ലേ ചേർത്തിരിക്കുന്നു വിചാരിച്ച് അതിനകത്ത് ചേർന്നിരിക്കുന്നു. അവർ ആളുകളെ ഇന്ന് സംഭാവനയൊക്കെ പിരിച്ചുകൊണ്ട് ഗാസയിലെ 20,000 വരുന്ന കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞൊരു അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഗാസയുടെ പേരുകൾ വെച്ചുകൊണ്ട് കേരളത്തിൽ ഇത് നടക്കുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ ഇന്ത്യയിൽ പകൽഗാമിലും ഇപ്പോൾ ചെങ്കോട്ടയിലും നടന്ന ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഒരു പരിപാടിയും ഒരു വാട്സപ്പ് ഗ്രൂപ്പും കാണുന്നില്ല, ഒരു പരിപാടിയും കാണുന്നില്ല എന്നുള്ള ഒരു സങ്കടവുമുണ്ട്. അപ്പോഴാണ് എനിക്ക് ഒരു റീല് കാണാനിടയായത്. ആ റീൽ എന്നെ ആകർഷിച്ചത്, റീൽ ആകർഷിക്കാൻ കാരണം ഒരു 2 മിനിറ്റ് പോലും ഇല്ലാത്ത റീലാണ്. എന്നെ ആകർഷിക്കാൻ കാരണം ഒരു മുഹമ്മദ് നസീറാണ് ആ റീൽ ചെയ്തിരിക്കുന്നത്. കാരണം ഇത് പറയുന്നതിനൊരു പ്രശ്നമുണ്ട്, ആരാണ് പറയുന്നു എന്നുള്ളത് പ്രശ്നമുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യം ഹിന്ദുക്കൾ പറഞ്ഞാൽ അതിൽ പിന്നെ മതമായി മറ്റു കാര്യങ്ങളെ തിരിച്ചായാലും അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ആര് എന്നൊരു പ്രധാന പ്രശ്നമാണ്. പറയുന്ന ആളുടെ ജാതിയൊക്കെ പ്രശ്നമാണ്. മാത്രമല്ല ഇപ്പൊ ഒരു മതത്തിനകത്ത് എടുത്താലും ദളിത് വിഭാഗത്തെക്കുറിച്ച് സമ്പന്നർ മുന്നോക്ക വിഭാഗക്കാർ പറഞ്ഞാലോ മുന്നോക്കക്കാരെ കുറിച്ച് പിന്നോക്കക്കാർ പറഞ്ഞാലോ ഒക്കെ വലിയ വിവാദമാവും. എന്തായാലും ഈ മുഹമ്മദ് നസീറിന്റെ റീൽ എല്ലാവരും ഒന്ന് കാണണം. അപ്പോഴാണ് ഞാനും ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോയപ്പോൾ കാനഡ ഗവൺമെന്റിൽ അപ്ലിഫ്റ്റ് ടെററിസം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് 55ഓളം ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ, ലോകത്തിലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഐഡന്റിഫൈ ചെയ്തതിൽ 44 എണ്ണവും ഇസ്ലാമിക് ആയിട്ടുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണ് എന്ന് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിലീജിയൻ പീസ് വെബ്സൈറ്റിൽ നോക്കുമ്പോഴും ഇന്നത്തെ സെപ്റ്റംബർ 11 കണക്കെടുത്താൽ പോലും 11 പകൽഗാമിന് ശേഷമുള്ള കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം വീഡിയോ ചെയ്തിരിക്കുന്ന ദിവസത്തിൽ 48,475 ആക്രമണമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ളത്. അതുപോലെ ഫോറിൻ ടെററിസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നതിനകത്ത് 55ഓളം സംഘടനകൾ ഉള്ളതിൽ 13 സംഘടനകൾ ഒഴിച്ച് ബാക്കി 42ഓളം സംഘടനകൾ ഇസ്ലാമിക തീവ്രവാദമാണ് ഉള്ളത്. ഇത് മുഹമ്മദ് നസീറിന്റെ ഒരു ഡേറ്റയാണ് കേട്ടോ, എന്റെ ഡേറ്റയല്ല. അപ്പോഴാണ് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനകത്ത് അന്വേഷിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട് ഇന്ത്യൻ ജനത ഇത് സീരിയസ് ആയിട്ട് ചിന്തിക്കണം? അത് BJP ഗവൺമെന്റ് ആണ്, RSS ഗവൺമെന്റ് ആണ്, മുഖ്യമന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വളരെ ഗൗരവം ആലോചിക്കണം. അയോധ്യയിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ ബോംബെ, മുംബൈ, അയോധ്യ, ഡൽഹി, ഹരിയാന തുടങ്ങി വളരെ 10-20 സ്ഥലങ്ങളിൽ ബോംബാക്രമണം നടത്താനിട്ട് വൻകിട ഒരു പദ്ധതിയാണ് പിന്നെ നമ്മുടെ സൈന്യം പൊളിച്ചത്. അങ്ങനെയാണ് കുറെ ഡോക്ടർമാരെയൊക്കെ പിടിക്കാൻ പറ്റിയത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ മരിച്ചുപോയവരുടെ ഒരു ഭാഗ്യക്കേടോ അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരു കുറച്ചുകൂടി ഒരു വേഗത കുറവ് കൊണ്ടോ എന്തുകൊണ്ടോ ഈ ഒമറിനെ പിടിക്കാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും പിടിക്കാൻ പറ്റി. ഒമറിനെ കൂടെ പിടിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന സ്ഫോടക വസ്തുക്കളും കിട്ടുമായിരുന്നു, ഈ ആളുകൾ മരിക്കത്തില്ലായിരുന്നു. പക്ഷെ ഒമറിനെ പിടിക്കാൻ പറ്റിയില്ല. അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ഇതിന്റെ ഈ ടാസ്ക് ഫോഴ്സ് ഉണ്ടല്ലോ, ഈ ആളുകളെ പിടിക്കുന്ന ടാസ്ക് ഫോഴ്സ് ഒരു കാര്യം ട്വീറ്റ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഒമർ എന്ന അവർക്ക് പേര് കിട്ടി. അപ്പൊ പറഞ്ഞു ഒമറിന് റൺ ചെയ്യാം, ഹൈഡ് ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്ക് വേണേൽ ഓടാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, പക്ഷെ നിങ്ങൾക്ക് ഒളിക്കാൻ കഴിയില്ല എന്നൊരു മെസ്സേജ് ട്വീറ്റ് ചെയ്തിരുന്നു നമ്മുടെ പിന്നെ ഈ സുരക്ഷാ സേനക്കാർ. ഇത് ഒമറിന്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അപ്പൊ ഒമറിന് മനസ്സിലായി ഇനി അങ്ങനെ ഒരിടത്ത് ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല, എന്നെ പിടിക്കും. അങ്ങനെയാണ് അദ്ദേഹം കാറിൽ കയറി സ്ഫോടക വസ്തുക്കളുമായിട്ട് ഇങ്ങനെ ഓടി നടന്ന അവസാനം അത് പൊട്ടിത്തെറിച്ച് നമുക്ക് കുറെ ജീവനുകൾ നഷ്ടമായത്. ഇതിന്റെ കഥ പരിശോധിക്കുമ്പോൾ ഇസ്ലാമിക് ടെററിസ്റ്റുകൾ ലോകത്താകെ 8-10 സംഘടനകൾ, അത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ലോകത്തിനാകെ ടെററിസം പ്രാക്ടീസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അൽ ഖ്വയ്ദ എന്ന് പറയുന്നത് ഒസാമ ബിൻ ലാദൻ 1998 സ്ഥാപിച്ച, അഫ്ഗാനിസ്ഥാനിലാണ് സ്ഥാപിച്ചത്. അത് പിന്നെ അൽ ഖ്വയ്ദ എന്ന് പറയുന്നത് വേൾഡ് ട്രെയിൻ, ന്യൂയോർക്കിലെ വേൾഡ് ട്രെയിൻ സെന്റർ പോലും അവർ 2001 ആക്രമിച്ചു. വലിയ ആക്രമണം അവർ നടത്തി. ഒരുപാട് ലോകത്താകെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ ആക്രമണം നടത്തിയത് ഈ പിന്നെ വേൾഡ് ട്രേഡ് സെന്ററിന്റെയാണ്, ന്യൂയോർക്കിലെ. ISIS എന്ന് പറയുന്ന ISIL എന്നൊക്കെ പറയുന്ന വേറൊരു സംഘടന ഉണ്ട്. അബൂബക്കർ അൽ ബഗ്ദാദി എന്ന് പറയുന്ന ആളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ ഇസ്ലാമിക് ഖിലാഫത്ത് സ്ഥാപിക്കുക, ഇതൊക്കെ പ്രായോഗികമായി നടക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ പ്രവർത്തന കേന്ദ്രം ഇറാഖും സിറിയയുമാണ്. അതുപോലെ തന്നെ താലിബാൻ, മുള്ള ഉമർ 1994 താലിബാൻ സ്ഥാപിച്ചു. അതിന്റെ കേന്ദ്രവും അഫ്ഗാനിസ്ഥാനാണ്. ഒന്നുകിൽ പാകിസ്ഥാൻ അല്ല അഫ്ഗാനിസ്ഥാൻ. അവിടെ പൂർണ്ണമായ ശരിയത്ത് ഭരണകൂടം സ്ഥാപിക്കുക. 2021 അഫ്ഗാനിസ്ഥാൻ അവർ കീഴടക്കാൻ ശ്രമിച്ചു. ബോക്കോ ഹറാം അടുത്തൊരു ടീമാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസം പാവമാണ്. നൈജീരിയയിലാണ് ഇത് ഉത്ഭവിച്ചിരിക്കുന്നത്.
അവരുടെ പ്രവർത്തനം. ആഫ്രിക്കയിൽ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകൽ, ബോംബാക്രമണമൊക്കെയാണ് അവരുടെ ഒരു ഹോബി. ഹമാസ് പാലസ്തീനിൽ 1987 ഹമാസ് ഉണ്ട്. ഇസ്രായേലിനെ നശിപ്പിച്ച് ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുക. ഗാസയിൽ അധികാരത്തിലുള്ളത് ഇവരാണ്. ഹിസ്ബുല്ല എന്ന് പറയുന്ന അടുത്ത വേറെ ടീമാണ്. ലെബനനിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അവരുടെ ജോലി, ഇറാന്റെ ശക്തമായ പിന്തുണയുണ്ട്. ഇസ്രായേലിനെ എതിർക്കുന്ന ഇസ്ലാമിക് പ്രതിരോധമാണ് അവരുടെ ജോലി. ജമാഅത്തെ ഇസ്ലാമി, ലഷ്കർ എ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഇങ്ങനെ കുറെ സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ജമാഅത്ത് ഇസ്ലാമി അല്ല, നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി അല്ല. അല്ലാതെ തന്നെ ലോകത്ത് ഈ ഭീകര സംഘടനയായിട്ടുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയിലും പാകിസ്ഥാനിലാണ് അതിന്റെ ഉത്ഭവം. ഇന്ത്യയിലും കാശ്മീരിലുമൊക്കെ വലിയ ഭീകരാക്രമണം നടത്തുക എന്നുള്ളതാണ്. ലഷ്കർ എ തൊയ്ബ ബോംബെ ആക്രമണം നടത്തി, ഡൽഹിയിൽ പാർലമെന്റ് ആക്രമിച്ചു, ഇപ്പൊ ഡൽഹിയിൽ ആക്രമിച്ചു. ഇവരെല്ലാം രക്ഷപ്പെടുന്നത് 1993 മുതൽ 2025 എടുത്ത പുൽവാമ ആക്രമണമായാലും പാർലമെന്റ് ആക്രമണമായാലും മുംബൈ ആക്രമണം 1993 2008 രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും പാർലമെന്റിലും ഒക്കെ അവർ ആക്രമണം നടത്തും. ഇവർ പ്രവർത്തിക്കുന്നതിന്റെ ഒരു തമാശയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താ ഇവർ പ്രവർത്തിക്കുന്ന രീതി? ഇവർ ചാരിറ്റിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. വിദ്യാഭ്യാസത്തിന് എന്ന് പറഞ്ഞ് പൈസ വാങ്ങുക, പള്ളികൾ വഴി പൈസ വാങ്ങുക, മദ്രസകൾ വഴി പൈസ വാങ്ങുക, പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പണം വാങ്ങുക. എന്നിട്ട് ഈ പണമാണ് ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തുക. നേരത്തെ അവർ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരികളാണ് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ തൊഴിലുള്ള വൈറ്റ് കോളർ ജോബുള്ള നല്ല ഉയർന്ന ജോലിയുള്ള ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും ഒക്കെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവായ ഒരു എല്ലാ മുസ്ലിങ്ങളും ഭീകരതേ അല്ല. പക്ഷെ ഇതിനകത്തൊരു ജിഹാദ് കൂടെ കയറ്റിക്കൊണ്ട് ഒരു ഇസ്ലാം രാഷ്ട്രം വരുന്നത് പുണ്യപ്രവൃത്തിയാണെന്നും അങ്ങനെ ചെയ്യുന്നവർക്ക് സ്വർഗത്ത് പോകാമെന്നൊക്കെയാണ് ഇവർ പഠിച്ചു വെക്കുന്നത്. എന്ത് സ്വർഗത്താണ് പോകുന്നത്? കാരണം ചാവേർ ആക്രമണം പോലെ നടന്നൊരു ആക്രമണത്തിൽ ഇപ്പോൾ ഡോക്ടർ ഒമർ മരിച്ചില്ലേ, അദ്ദേഹം എന്ത് സ്വർഗത്തിലാണ് ഇനി പോകുന്നത്? അപ്പോൾ ഇതൊരു വികലമായ ഒരു കാഴ്ചപ്പാട്. ധാരാളം പണവും വലിയ സ്രോതസ്സുമുള്ള വരുമാന സ്രോതസ്സും പണവും ഒക്കെ വരുന്നത് കൊണ്ട് നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരികളും അത് ഡോക്ടർമാർ, ഫാർമസിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, നഴ്സുമാർ തുടങ്ങി നല്ല ജോലിയുള്ളവരെ സ്ലീപ്പർ സെല്ലുകളിൽ കൊണ്ടുപോയി അവരെ നല്ല ട്രെയിനിങ് കൊടുത്ത് അവരിൽ മതബോധം വല്ലാതെ കുത്തിവെച്ച് ഒരാശയപരമായ അല്ലെങ്കിൽ താത്വികമായ ഒരു ചിന്ത അവരിൽ ഉണർത്തിക്കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം വരുന്നതാണ് കറക്റ്റ് എന്നും ബാക്കി എല്ലാ കാര്യങ്ങളും തെറ്റാണെന്നും, ഇന്ത്യയിലാണെങ്കിൽ കാശ്മീർ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്നും പഞ്ചാബ് പിടിച്ചെടുക്കാൻ പറ്റുമെന്നും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണെന്നും അതെല്ലാം പിടിച്ചെടുക്കാൻ പറ്റുമെന്നുമുള്ള ചില വികലമായ ചിന്തകൾ കുത്തിവെച്ച് ചെറുപ്പക്കാരെ ഇറക്കി വിടുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ലോകത്തിന്റെ, ഞാൻ വീണ്ടും മുഹമ്മദ് നസീറിലേക്ക് വരുന്നു. മുഹമ്മദ് നസീറിനെ പോലെയുള്ള ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസികൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇതിന് എതിരാണ്. അവരുടെ അഭിപ്രായത്തിൽ ഇത് ഭീകരവാദത്തിന്റെ വലിയ ഒരു മുന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു വിഭാഗം ചെയ്യുന്നുണ്ട്. അതിനെയും നമ്മൾ എതിർക്കണം. അതിനെ എതിർത്തുകൊണ്ടല്ലാതെ ക്രിസ്തീയ സമുദായങ്ങളുടെ ചെറിയ സംഘടനകളോ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിനും ക്രിസ്തീയ സമുദായത്തിനും സംഘടനകളില്ല എന്ന് തന്നെ പറയാം. ബാക്കി കുറെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ലോകത്താകെ പല രാജ്യങ്ങളിലും ഉണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ടെററിസം നടത്തുന്ന ഗ്രൂപ്പുകൾ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ മുസ്ലിം സമുദായത്തിലും മുസ്ലിം ദാവനാരികളുമാണ്. ഈ ജാഗ്രത നോക്കേണ്ടത് മുസ്ലിം സമുദായമാണ്. അതുപോലെ മറ്റു സമുദായക്കാരും വളരെ കൃത്യമായി മുസ്ലിം സമുദായത്തെ തള്ളിപ്പറയുന്നതിനപ്പുറം അതിനകത്തുള്ള മിതവാദികളെയും തീവ്രവാദികളെയും വേർതിരിച്ച് തീവ്രവാദികൾക്ക് ഈ രാജ്യത്തും ലോകത്തും സ്ഥാനമില്ല എന്നുള്ള പുതിയ കാഴ്ചപ്പാട് രൂപീകരിക്കേണ്ട കാലമായി. നമുക്ക് ആമസോൺ കാടുകൾ കത്തുമ്പോൾ നമുക്ക് പ്രകടനം നടത്താം, ഗാസയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ നമുക്ക് പ്രകടനം നടത്താം. പക്ഷെ നമ്മുടെ പകൽഗാമിലും പാർലമെന്റിലും മുംബൈയിലും ഇപ്പോൾ ചെങ്കോട്ടയിലും ആക്രമണം നടത്തുമ്പോൾ അതിനെയും കൂടി നമുക്ക് അപലപിക്കാൻ കഴിയേണ്ടതല്ലേ?